ബിസ്ക്കറ്റിലേക്ക് പോവാം. ആദ്യം ബിസ്ക്കറ്റിലേക്ക് പോവാം. ആരോ റൂട്ട് പിടിച്ചോളൂ. ആരോ റൂട്ട് പിടിച്ചോളൂ. ആരോ റൂട്ട് എന്ന് പറഞ്ഞ അർത്ഥം എന്താണ്? കൂവപ്പൊടി. കൂവപ്പൊടി. ഈ കൂവപ്പൊടിയുടെ ഗുണം എന്താണെന്നറിയോ? ക്ഷീണം മാറും, തളർച്ച മാറും, ഒക്കെ മാറും. അപ്പോ ഇതിന്റെ ഒരു ചരിത്രം കേട്ടോണം. കോട്ടയത്തൊരു കുട്ടിയുടെ അവനെ ക്ഷീണം, ഭയങ്കര ക്ഷീണം. അപ്പൊ ലാസ്റ്റ് ഈ കൊച്ചു നന്നാവാതെ വന്നപ്പോ അവന്റെ അച്ഛൻ ഈ കൊച്ചിനെ കൊണ്ട് ഒരു ഡോക്ടറെ അടുത്ത് കൊണ്ടുവരുന്നു. കോട്ടയത്ത് ഡോക്ടറെ അടുത്ത് കൊണ്ടുവന്ന് ഡോക്ടർ ലാസ്റ്റ് കുറെ മരുന്നും കൊടുത്തിട്ട് പറഞ്ഞു കൊച്ചിന് കുറച്ച് 6 റൂട്ട് ബിസ്ക്കറ്റ് മേടിച്ചു കൊടുക്കാൻ പറഞ്ഞു. അപ്പൊ അയാള് ആ അച്ഛൻ എന്ത് ചെയ്തു? എന്നാൽ ഉള്ളതിനല്ല ഏറ്റവും നല്ല കമ്പനി ഏതാണ്? 6 റൂട്ടിന് ബ്രിട്ടാനിയാണ് അല്ലേ? അപ്പൊ ഏറ്റവും കൂടുതൽ ബ്രിട്ടാനിയയുടെ ആയിക്കോട്ടെ എന്ന് ഇയാൾ ധരിച്ചു. ബ്രിട്ടാനിയ കമ്പനിക്കാരന്റെ തന്നെ ഒരു 6 റൂട്ട് മേടിച്ചിട്ട് കുട്ടികൾക്ക് കൊടുത്തു. അപ്പൊ കൊടുക്കുന്നതിന് മുമ്പ് ഈ പുള്ളി എന്ത് ചെയ്തു? 12 രൂപയ്ക്ക് ഇത്രയും നീളത്തില് 6 റൂട്ട് കിട്ടുമോ? 1 കിലോ 6 റൂട്ടിന്റെ വില അറിയോ? ഇന്നത്തെ വില 600 രൂപയും കൊടുത്ത് കുമാരനാശാന്റെ കരുണക്കകത്ത് 2 വരിയും പാടണം. ഞങ്ങളുടെ നാട്ടിൽ കിട്ടും. ഉണ്ടോ? ഞാൻ തരാം 600 രൂപ. നല്ല 6 റൂട്ട് വേണമെങ്കിൽ. അതിന്റെ അത് ഉണ്ടാക്കിയെടുക്കുന്ന പാടറിയോ? അപ്പൊ ഈ പുള്ളിക്കാരൻ ചോദിച്ചു ഇത്രയിനകത്ത് 600 രൂപയ്ക്ക് 12 രൂപയ്ക്ക് തരണമെന്നുണ്ടെങ്കിൽ ഇതിന്റെ മാനുഫാക്ചറിംഗ് കോസ്റ്റ് ഈ ഒരു പേപ്പറിന് എന്ത് വില വരുമോ തരുമോ? 1 രൂപ വരുമോ? മിനിമം 1 രൂപ വരുമോ? അത് കഴിഞ്ഞിട്ട് ഇത് കൊണ്ട് കൊടുക്കുന്നവന് കമ്മീഷൻ വേണോ? മാനുഫാക്ചറിംഗ് കോസ്റ്റ് വേണോ? എല്ലാം കൂടെ എത്ര പേര് കൈമറിഞ്ഞാണ് നമ്മളതിൽ ഒരു പാക്കറ്റ് എത്തുന്നത്? അപ്പൊ ഒരു 5 രൂപ കൂടുതലൊന്നും ഇതിന്റെ ചെലവ് വരില്ല. അപ്പൊ അയാൾ ഇത് വായിച്ചു. എന്നാൽ എത്ര പെർസെന്റേജ് 6 റൂട്ട് ഉണ്ടെന്നൊന്ന് വായിച്ചു നോക്കി. ഒന്ന് വായിച്ചേ. അതിനകത്ത് ഇൻഗ്രീഡിയൻസ് പറഞ്ഞിട്ടുണ്ട്. ഉറച്ചു വായിക്കണേ. വേണ്ട അല്ല, അത് വായിച്ചോട്ടെ. ഒന്ന് ഉറച്ചു വായിച്ചു. ഇതാണ്ട് ഇൻഗ്രീഡിയൻസ് ഇതാണ്ടേ. ഒന്ന് ഉറച്ചു വായിക്കണേ. എഡിബിൾ വെജിറ്റബിൾ ഓയിൽ എന്ന് പറഞ്ഞ് പ്രത്യേകം ശ്രദ്ധിക്കണം. എന്താണെന്നറിയോ? വെളിച്ചെണ്ണ, കഴിക്കാൻ പറ്റിയ വെളിച്ചെണ്ണ എഴുതണോ? ആ വേട് പ്രത്യേകം ശ്രദ്ധിക്കേണ്ടത് നമ്മള്. എഡിബിൾ വെജിറ്റബിൾ ഓയിൽ എന്ന് എഴുതി കഴിഞ്ഞാൽ നമ്മൾ വെളിച്ചെണ്ണ എന്ന് എഴുതിയിട്ട് പിന്നെ അത് ഇതുകൂടെ എഴുതണോ? കഴിക്കാൻ കൊള്ളാവുന്ന വെളിച്ചെണ്ണ. അതിന്റെ അർത്ഥം പെർമിറ്റഡ് ഓയിൽ എന്നാണ് അതിന്റെ അർത്ഥം. ആർട്ടിഫിഷ്യൽ. വായിച്ചു. അതിന്റെ അർത്ഥം മനസ്സിലാ? എഡിബിൾ വെജിറ്റബിൾ ഫാറ്റ് എന്ന് പറഞ്ഞാലും അതുപോലെ തന്നെയാണ്. ഓക്കെ. മിൽക്ക് സോളിഡ്സ്, സാൾട്ട്, റൈസിംഗ് ഏജൻസ്, 500 ആന്റി ഓക്സിഡന്റ്. ആർട്ടിഫിഷ്യൽ കളറും ആർട്ടിഫിഷ്യൽ ഫ്ലേവറുമാണ്. മനസ്സിലായല്ലോ? എവിടെങ്കിലും അത് 6 റൂട്ട് പറഞ്ഞിട്ടുണ്ടാ? എവിടെങ്കിലും വായിച്ച? പ്രസന്റ് കണ്ടല്ലോ. അപ്പൊ ഇയാൾ എന്ത് ചെയ്തു? ഇതിനകത്ത് 6 റൂട്ടില്ല. അപ്പൊ ഇവരെന്ത് ചെയ്തു? ഇതൊരു വക്കീലിന് കൊടുത്തു. കോട്ടയത്ത് ഉപഭോക്തൃ കോടതിയിൽ കേസ് ഫയൽ ചെയ്തു. കേസ് ഫയൽ ചെയ്തപ്പോൾ ബോംബെ ആളുകൾ വന്നു. എന്തിനാണ്? കേസ് പറയാൻ. ആള് വന്നിട്ട് കേസ് ഫയൽ ചെയ്തു. അപ്പൊ അവര് പറഞ്ഞു 6 റൂട്ട് എന്ന് പറയുന്നത് ഞങ്ങളുടെ ബ്രാൻഡ് നെയിമാണ്. കോട്ടയത്ത് ഉപഭോക്തൃ കോടതിയിൽ നടന്ന നമ്മുടെ വക്കീലും അവരുടെ വക്കീലും കൂടെ വാദപ്രതിവാദം നടത്തിയതിന്റെ ഫോട്ടോ കോപ്പി പിടിച്ചു. ഇതിലും പറഞ്ഞിട്ടുണ്ടോ 6 റൂട്ട് ഉണ്ടെന്ന്? ഇല്ലല്ലോ. ബ്രാൻഡ് നെയിമാണ്. വേണമെങ്കിൽ ഞങ്ങൾക്ക് പറയാമായിരുന്നു എഡിബിൾ സ്റ്റാർച്ച്. അതിന് വേണമെങ്കിൽ ഞങ്ങൾക്ക് 6 റൂട്ടാക്കി മാറ്റാമാഞ്ഞിട്ട് പോലും ഞങ്ങൾ എഴുതിയില്ല. നിങ്ങളെ ഞങ്ങൾ പറ്റിച്ചില്ല. ഓക്കെ. അവസാനം ഇവരൊരു കുഴപ്പമില്ല. അപ്പൊ ഒരു കാര്യം അവിടെ രസം നടന്നേ, ഇവർക്ക് ഈ മാനുഫാക്ചറുകാരും പരസ്യക്കാരുമായിട്ട് യാതൊരു ബന്ധവുമില്ല. അല്ല, മനസ്സിലായോ? പരസ്യക്കാരൻ കാണിക്കുന്നത് 6 റൂട്ടിന്റെ ഗുണങ്ങൾ. അല്ല, മനസ്സിലായോ? 6 റൂട്ട് കഴിച്ചാൽ കുട്ടികൾക്ക് ഇന്നതിന്റെയൊക്കെ ഗുണങ്ങളുണ്ടെന്നുള്ളത് ഇവര് കാണിക്കുന്നുണ്ട്. അതിന്റെ കോപ്പി CD കൊണ്ട് കൊടുത്തു. ആർക്ക്? കോടതിയിൽ. കണ്ടോ? കളിപ്പിക്കുന്നില്ല തന്നെ കള്ളല്ലേ? കണ്ട, അവർ പരസ്യം കാണിക്കുന്നുണ്ട് 6 റൂട്ടിന്റെ ഗുണങ്ങൾ. അപ്പോൾ കോടതി പറഞ്ഞു നീ കുറ്റം ചെയ്തിരിക്കുന്നു, ശിക്ഷിച്ചേ അനുഭവിച്ചേ പറ്റുള്ളൂ. ശിക്ഷിച്ചു. എത്ര രൂപയെന്നറിയോ? 1000 രൂപ. 1000 രൂപ ശിക്ഷിച്ചും കൊണ്ട് 12 രൂപ തിരിച്ചു കൊടുക്കാൻ പറഞ്ഞുകൊണ്ട് കോട്ടയത്ത് ഉപഭോക്തൃ കോടതിയിലെ ഉത്തരവാണ് ഈ കിടക്കുന്നത്. കോടിക്കണക്കിന് ജനത കോടിക്കണക്കിന് രൂപയ്ക്ക് പറ്റിച്ചിട്ട് ഇവിടെ നടന്ന നിയമം കണ്ട. അയാൾക്കുണ്ടായ 12 രൂപ, 12 രൂപയും 1000 രൂപ നഷ്ടപരിഹാരം കൊടുക്കാൻ. ആർക്ക്? ഈ വാങ്ങിച്ച ആളിന്.
2,000 രൂപയാണ് ചോദിച്ചത്, 1,000 രൂപ അവസാനം കൊടുത്തു. കണ്ടോ അവസാന പേജ്. 2,000 റുപ്പീസ് ചോദിച്ചു, പക്ഷെ കൊടുത്തത് 1,000. ഇതാണ് നമ്മുടെ സംവിധാനം. മനസ്സിലായല്ലോ? പക്ഷെ ഒരു കാര്യം അതല്ല, ഈ കോടതി വന്ന ഈ എണ്ണകളുടെയും ഈ ബിസ്ക്കറ്റിന്റെയും എല്ലാ കാര്യങ്ങളും കോടതിയിൽ നിന്ന് വന്നിട്ട് ഒരു പത്രക്കാരനോ ഒരു ചാനലുകാരോ നമ്മളെ അറിയിച്ചോ? എന്തേ അറിയിക്കാത്ത? എവരാണ് ചാനല്? എവരില്ല ചാനലില്ല. അപ്പം നമ്മൾ ഈ കാണാനിരിക്കുന്ന എലിപ്പെട്ടി ഏത്? ആ എലിപ്പെട്ടിയെ സൂക്ഷിക്കുക. ഇവര് നമ്മുടെ തലയ്ക്കകത്ത് എന്തൊക്കെയോ കുത്തി നിറയ്ക്കാണ്. നിങ്ങൾ ഒരു കാര്യം കൂടെ ചിന്തിച്ചോണം. നിങ്ങൾ TV കാണുമ്പോൾ സീരിയസ് ആയി എടുക്കേണ്ട ഒരു കാര്യമുണ്ട്. ദുഃഖങ്ങളുള്ള ഒരു സീരിയലും കാണരുത്. മനസ്സിലാക്കണം? ദുഃഖങ്ങളുള്ള സീരിയൽ കാണരുത്, ത്രില്ലുള്ള സീരിയൽ കാണരുത്, അടിപിടി സ്റ്റണ്ട് വേണ്ട, കോമഡി ഉള്ളത് കണ്ടോളൂ. ബാക്കിയുള്ള സീരിയൽ കണ്ടാൽ നിങ്ങൾക്കൊരു വിഷമം ഉണ്ടാകുമ്പോൾ ഇതിനകത്ത് വേറെ ഒരുപാട് പരിപാടി നടക്കുന്നുണ്ട്, അറിയോ? നിങ്ങൾക്കൊരു ദുഃഖം ഉണ്ടാകുമ്പോൾ നിങ്ങൾ ആഹാരം കഴിക്കില്ല. കഴിക്കുവോ? ഇവിടെ ഹോർമോൺ അവിടെ തിരിഞ്ഞു. നിങ്ങൾ നിസ്സാരമായിട്ട് പോരുത്. ഇപ്പൊ കുട്ടികള് വഴിതെറ്റുന്നതിന്റെ ബേസിക് കാരണമാണ് സീരിയല്. ഒന്നാമതേ തന്ത ശരിയല്ല, ഒന്നാമതേ തന്ത ശരിയല്ല, രണ്ടാമത് പിന്നെ കിട്ടിയതിന്റെ കൂടെ അവൻ ഈ TV കൂടെ കൊടുത്തിട്ട് അവന്റെ ശരീരവും കൂടെ നശിപ്പിച്ച് ഇല്ലേ? ചിന്തിക്കണ്ട. എപ്പോഴെങ്കിലും നമ്മൾ ചിന്തിച്ചിട്ടുണ്ട്? ആരെങ്കിലും ചിന്തിച്ചിട്ടുണ്ടോ? ആഹാരം കഴിക്കുമ്പോ നമ്മൾ കുട്ടികളെ നമ്മൾ തന്നെയാണ് അത് ആഹാരം ഇതൊക്കെ ഓരോ പഥ്യങ്ങളുണ്ടായിരുന്നേ. അപ്പൊ ഇതിനകത്ത് വേറൊരു കാര്യം കൂടെ നിങ്ങൾ കൊടുക്കണം. ഇത് മൈദയുടെ കൂടെ പറയുമ്പോഴേ ഇതിന്റെ ഫുൾ പ്രശ്നമുള്ളൂ. ഈ വീറ്റ് ഫ്ലവർ എന്ന് പറഞ്ഞ സാധനം മൈദയാണ്. ഞാനത് പറഞ്ഞില്ലേ, ബേസിക് വീറ്റ് ഫ്ലവർ. ഇനി മൈദ എന്ന് പറഞ്ഞാൽ എന്താണെന്നറിയോ? അറിയോ? ഗോതമ്പിന്റെ എവിടം വരെ ചെന്നെന്ന് പറ. എങ്ങനെയാണ് ഈ മൈദ ആയതെന്ന് പറഞ്ഞുതരും. ആർക്കെങ്കിലും അറിയാമെങ്കിൽ ഇല്ലേ കേട്ടോളൂ. ഗോതമ്പിനെ ക്രാക്ക് ചെയ്യും, ചതയ്ക്കും, ചേച്ചി അതിന്റെ നാരും മുളയും വിത്തും സായിപ്പ് കൊണ്ടുപോകും. സായിപ്പ്, നാര്, മുള, തവിട്, വിത്ത്, സാധനം പോയി. തവിടൊക്കെ അങ്ങനെയുള്ളതാണ്. അത് കഴിഞ്ഞിട്ട് വരുന്ന വേസ്റ്റിനകത്ത് എടുക്കുന്നതാണ് റവ. രണ്ടാമത്തെ പ്രോസസ്സാണ് റവ. റവ കഴിഞ്ഞ് വരുന്ന മൂന്നാമത്തെ പ്രോസസ്സാണ് ആട്ട. ഗോതമ്പ് പൊടി. അപ്പൊ അതിനകത്തൊന്നും ഒന്നുമില്ല. അത് കഴിഞ്ഞ് വരുന്ന വേസ്റ്റാണ് മൈദ. ഇല്ല, അമേരിക്കൻ പശ. അല്ല അതുമില്ല. ആദ്യം ഇതെങ്ങനെ വന്നേന്ന് ചോദിക്കും, അതും കേട്ടോളൂ. അതിനൊക്കെ ഒരു ഇതുണ്ട്. ഈ പണ്ട് ഇത് എല്ലാം കൂടെ വേസ്റ്റ് കയറി കിടന്ന് കുന്നുകയറി അലിഞ്ഞു കിടന്നപ്പോ മഴക്കാലത്ത് യൂറോപ്പില് നദി കൂടെ, അതിന്റെ നദിയുടെ പേര് വരെ എനിക്കറിയായിരുന്നു, മറന്നുപോയതാ. ഇത് ഒഴുകിപ്പോയപ്പോ അവിടെ നിന്ന് കുളിച്ചുകൊണ്ടിരുന്ന കന്നുകാലികളുടെ പുറത്ത് ഇത് ഒഴുകിപ്പോയ വഴിക്ക് പറ്റിയപ്പോ അതിന്റെ പുറത്ത് ഇത് ഒട്ടി കുളിപ്പിക്കാൻ നേരത്ത്. അപ്പൊ ഇത് നല്ലോണം പോകുന്നില്ല. അങ്ങനെയാണ് ഇത് കണ്ടുപിടിച്ചത് ഇത് പശ ഉണ്ടാക്കാൻ കൊള്ളാമെന്ന്. അങ്ങനെ പശ ഉണ്ടാക്കാനായിട്ട് അവരെന്ത് ചെയ്തു? ഒരു കാര്യം നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടോ? ഈ മൈദയുടെ പൊടി ഇത്രയും സോഫ്റ്റ് ആയിട്ട് പൊടിക്കുന്ന ഒരു പൊടി ഒരു അരിപ്പ ഇന്ന് വരെ ലോകത്ത് കണ്ടുപിടിച്ചിട്ടില്ല. അറിയോ? അരിപ്പ വഴി അല്ലത് ചെയ്യുന്നത്. അതിന് ഈ പൊടിക്കകത്ത് അലാക്സൻ, ALAXAN എഴുതി വെച്ചോളൂ. ALAXAN അലാക്സൻ എന്ന് പറഞ്ഞ ഒരു കെമിക്കൽ ഇട്ട് മിക്സ് ചെയ്തിട്ട് അതെങ്ങനെയാ മിക്സ് ചെയ്തത് നമ്മൾ പറഞ്ഞുതരാം. നമ്മള് കക്ക നീറ്റി അതിനകത്ത് ചുണ്ണാമ്പാക്കാനായിട്ട് നമ്മൾ വെള്ളം തളിക്കുമല്ലോ, അതല്ലേ ചുണ്ണാമ്പാവുന്നേ. അതേപോലെ ചുണ്ണാമ്പാക്കാനായിട്ട് വെള്ളം തളിക്കുന്നതിന് പകരം